നിങ്ങൾക്കറിയാം ഡെയിലി നമ്മൾ ഗ്രീൻ ടീ കുടിക്കാറുണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ ടീ പാക്ക് യൂസ് ചെയ്യാറുണ്ട്, ഗ്രീൻ ടീ ബാഗ്സ് ഐ ബാഗ്സ് യൂസ് ചെയ്യാറുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഗ്രീൻ ടീക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് നമ്മുടെ ഹെൽത്തിനായാലും സ്കിന്നിനുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ മാച്ച ടീ എന്ന് പറയുന്നത്. മാച്ച ടീ നിങ്ങൾക്കറിയാം, ജാപ്പനീസ് മാച്ച ടീ എന്ന് പറയുന്നത് ഗ്രീൻ ടീ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് കൂടെയാണ്. നമ്മുടെ ഹെൽത്തിനായാലും എന്തെങ്കിലും ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളവരാണെങ്കിൽ, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലാതെ യൂസ് ചെയ്യരുത്. അപ്പോൾ മാച്ച ടീ എന്ന് പറയുന്നത് എങ്ങനെ തയ്യാറാക്കണം, ഞാൻ ഇതിനു മുന്നേ ഒരു ഫേസ് പാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു നല്ല റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്ന കാര്യങ്ങൾ. ഈസിയാണ്. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ മാച്ച ഗ്രീൻ ടീ യൂസ് ചെയ്യുമ്പോൾ ഒരു അരിപ്പയിൽ, ചായരിപ്പുണ്ടല്ലോ, അരിപ്പയിലിട്ട് ഒരു 1/4 സ്പൂൺ മാച്ച പൗഡർ മതി. ഒന്ന് അരിച്ച് വേണം എടുക്കാൻ, അതിൽ തരി കൂടുതൽ കാണും. അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്തിട്ട് വേണം മിൽക്കിൽ ആഡ് ചെയ്യാൻ. മിൽക്കുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ, പിന്നെ പാലെന്ന് പറയുമ്പോൾ നോർമൽ മിൽക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്കോ അല്ലെങ്കിൽ സ്കിംഡ് മിൽക്കോ ഏത് വേണോ യൂസ് ചെയ്യാം. ബെസ്റ്റ് വൺ ആണ്. ഇതും അല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് വാട്ടർ ഉണ്ടല്ലോ, അതിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് മിൽക്കാണ് എടുത്തേക്കുന്നത്, കുറച്ച് മതി, ഒരുപാട് വേണ്ട. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സും എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്ത് ഞാൻ ഈ ഒരു കളറിലെത്തി. നോർമൽ ഇതിൽ എല്ലാ ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു കളർ കിട്ടിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രീനിഷ് കളറിലിരിക്കും. അപ്പോൾ ഹെൽത്തിയാണ്. വേറൊരു ടേസ്റ്റാണ് വരുന്നത്. നോർമൽ നമ്മുടെ ജ്യൂസ് ആണ്, പക്ഷേ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ടേസ്റ്റാണ്, പക്ഷേ ഹെൽത്തിയാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ. ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ പരീക്ഷ നോക്കണം, പക്ഷേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് വല്ലപ്പോഴും മാത്രം. ഇല്ലെങ്കിൽ നോർമൽ ഞാൻ 2 3 ഡയറക്റ്റ് ആയിട്ടാണ് കഴിക്കാറുള്ളത്. ഇല്ലെങ്കിൽ വല്ലപ്പോഴും ജ്യൂസിൽ ആഡ് ചെയ്യും. പക്ഷേ ബെസ്റ്റ് വൺ ആണ് കേട്ടോ, നല്ല റിസൾട്ടാണ്. പിന്നെ ഒരു പ്രോബ്ലം, ഞാൻ പഴം കഴിക്കാറില്ല. നമ്മുടെ ബനാന ഐറ്റംസ് ഒന്നും എടുക്കാറില്ല. ഇങ്ങനത്തെ ഐറ്റംസാണ് പലരും സ്മൂത്തി അങ്ങനത്തെ ഐറ്റംസ് പഴം ആഡ് ചെയ്ത് കഴിക്കും. ഒരു ഗ്രീൻ റോബസ്റ്റ പഴമായിരിക്കും എപ്പോഴും നല്ലത്. ഞാൻ അത് ആഡ് ചെയ്യാതെ ഫ്രൂട്ട്സ് മാത്രം. എൻ്റെ ഡെയിലി റൂട്ടീനിൽ ഞാൻ മിക്കവാറും കഴിക്കുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പപ്പായ, പേരയ്ക്ക, ഹാഫ് ആപ്പിൾ, പിന്നെ സ്ട്രോബെറി ഒരെണ്ണം എടുക്കും. വേറെന്താ പറയുന്നത്, പൈനാപ്പിൾ വല്ലപ്പോഴും. ഇത്രയുമാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഒരു ഓറഞ്ച്. പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ വെജിറ്റബിൾസിൽ വരുന്നതിൽ ബീട്രൂട്ട് ഡെയിലി എടുക്കാറുണ്ട്, ക്യാരറ്റും ഡെയിലി എടുക്കാറുണ്ട്. ഇത്രയും മസ്റ്റാണ്, ഞാൻ സ്കിപ്പ് ചെയ്യാറേ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ലീവി ഐറ്റംസ് വരുന്നതിൽ ഒന്നുകിൽ നമ്മുടെ മുരിങ്ങയില യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ചീര ആഡ് ചെയ്യും. ഇത് ഇത്രയും എടുക്കാറുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഇത്രയും തന്നെയാണ്. പിന്നെ ഇതല്ല എങ്കിൽ മിൻറ്റ് യൂസ് ചെയ്ത് മിൻറ്റ് ടീ, ചായ അല്ലെങ്കിൽ കട്ടനാണ്, ചായ കുടിക്കാറില്ല, കട്ടനിൽ ഞാൻ മിൻറ്റ് ആഡ് ചെയ്ത് അങ്ങനെ. ഇതൊക്കെയാണ് എൻ്റെ റുട്ടീനിൽ വരുന്നത്. കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ടൈം മോർണിംഗ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് 9 o'clock മുന്നേ കഴിച്ചിരിക്കണം. ഉച്ചയ്ക്കുള്ള ഫുഡ് സ്കിപ്പ് ചെയ്യുന്ന കാരണം എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. കാരണം കറക്റ്റ് ഞാൻ ഫുഡ് ഉച്ചയ്ക്ക് ഫോളോ ചെയ്യാറില്ല, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് റിക്കവറായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉച്ചയ്ക്കുള്ള ലഞ്ച് ഞാനിപ്പോൾ കറക്റ്റ് ടൈമാക്കി 1:32 ആ ഒരു ടൈമിൽ ചോറ് കഴിക്കും. അങ്ങനെ നമുക്ക് ഫുഡ് കഴിച്ചും വണ്ണം കുറയ്ക്കാം. അതുപോലെ തന്നെ എക്സസൈസ് ഡെയിലി ചെയ്യുക. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പോരുത് കേട്ടോ, ഇല്ലെങ്കിൽ ചെയ്യുക. ഇത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്തൊക്കെ വെയിറ്റും കുറയും,